ഹലോ, ഇന്നൊരു യെല്ലോ സുന്ദരിയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് റോഡ് സൈഡിൽ ഞാൻ ഒരുപാട് ദിവസമായിട്ട് കണ്ടിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇവിടെ നമ്മൾ ഈ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ആരുടെടുത്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വേറെ വെറൈറ്റി കളർ ഉണ്ടെങ്കിൽ ഇതിനോട് ചേർത്തൊരു ഓഫ് വൈറ്റ് കളർ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ ലീഫ്, ഇതിനെക്കാട്ടി ചെറിയ ലീഫൊക്കെ ആയിട്ട് കേട്ടോ. ഇത് യെല്ലോ ആണ്, നല്ല രസമുള്ള യെല്ലോ ആണ്. എനിക്ക് പൊതുവേ ഇപ്പോൾ ഈ ഒരു 2-3 വർഷമായിട്ട് യെല്ലോനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ആ ഒരു കളറിനോട് ഡ്രസ്സും എല്ലാം ഞാൻ യെല്ലോ തന്നെ സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ അത് കട്ട് ചെയ്ത് പീസ് ഇതുപോലെ ആക്കി. മുട്ടുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും കട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇനി വിരിയാണെങ്കിലും അത് വന്നിട്ട് ഞാൻ വെള്ളത്തിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് ഞാൻ ഇങ്ങനത്തെ മണ്ണിൽ, വെറും മണ്ണിലൊന്നും ഇട്ടിട്ടില്ല, അടിയിൽ കുറച്ച് ചാരം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് കച്ചറ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കരിയിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കുത്തി വെക്കുക ചെയ്തത്. പിറ്റേ ദിവസമായപ്പോൾ 1-2 വെച്ചിട്ട് ഫ്ലവറൊക്കെ വിരിഞ്ഞു. പിന്നെ പറ്റ തല താഴ്ത്തി. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കുറ്റിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞു കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ തലയത്ത് വന്നിട്ടുണ്ട്. ഞാൻ വരും വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പിങ്ക് റോസ് ഉണ്ടായിട്ടുണ്ട്. ആ റോസ് ഇങ്ങനെ വിരിയാനുള്ളതിന് പ്രത്യേക ഒരു ഭംഗിയല്ലേ കാണാൻ. ഇത് ഫുള്ള് വിരിഞ്ഞതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു, മെലസ്റ്റോമയുടെ. ഇത് ചെറുതിലേ ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കുക കേട്ടോ. നല്ല എഫക്റ്റ് ചെയ്യണതാണ്, നന്നായിട്ട് വേര് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 5:30-5:30ക്കാണ് ഇതൊക്കെ നട്ടിട്ടുണ്ട്. 5:30 ആയപ്പോഴേക്കും ഞാൻ നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർലോക്കൊക്കെ കുറച്ചൊക്കെ ചളി പിടിച്ചെടുക്കുക. നല്ലൊരു മഴ കിട്ടിയാലേ ഇനി അത് ക്ലീൻ ആവുള്ളൂ കേട്ടോ. നമ്മൾ എത്ര തേച്ച് കഴുകിയാലും അത് ക്ലീൻ ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.